PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കുമായിട്ട് നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ഓക്കെ. ദെൻ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിച്ച ഭാഗങ്ങളുണ്ടല്ലോ, GK പോർഷൻസ്, ആ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ചെയ്യുന്നുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. വരുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കൂടെ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഈ 6 ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെ കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. റിവിഷൻ ടൈമിൽ നിങ്ങൾ നോട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്ലാസ്സുകൾക്ക് പുറമെ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ നമ്മൾ നടത്തുന്നുണ്ട്. എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു വിജയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആത്മകഥകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. കലാകായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെറിയ കോഴ്സിലൂടെയൊക്കെ പഠിച്ചു പോവുകയാണ്. ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കഥാപാത്രങ്ങൾ, കൃതികൾ ചെയ്തു, കൃതികളും എഴുത്തുകാരും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആത്മകഥകളാണ്. അപ്പോൾ ഈ ആത്മകഥകളെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് പാടാം. അപ്പോൾ നമ്മൾ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആത്മകഥകൾ കോഡിലൂടെ പഠിക്കാം. ഇവിടെ നോക്കാം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആത്മകഥകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ കഥ. എൻ്റെ കഥ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടേതാണ്. ആത്മകഥ ആരുടേതാണ്? മാധവിക്കുട്ടിയുടേത്. അപ്പോൾ അത് ഓർക്കാനായിട്ട് മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ നമുക്കറിയാം. അവർ സ്വന്തം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ, സ്വന്തം ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകളാണ് ആരെഴുതുന്നത്? മാധവിക്കുട്ടി എഴുതുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ നമുക്ക് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ അവരുടെ സ്വന്തം ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ എൻ്റെ കഥ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടേതാണ് എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. അരങ്ങു കാണാത്ത നടൻ. അരങ്ങു കാണാത്ത നടൻ എന്ന് പറയുന്നത് തിക്കോടിയന്റെ ആത്മകഥയാണ്. തിക്കോടിയന്റെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത്? അരങ്ങു കാണാത്ത നടൻ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് തിക്കോടിയൻ, ഇപ്പോൾ ഒടിഞ്ഞ സിനിമകളൊക്കെ ആണെങ്കിൽ, ഒടിഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ ഒടിഞ്ഞ നാടകങ്ങൾ, അതായത് പൊട്ടിയത് എന്നുള്ള അർത്ഥം, അതൊക്കെ ആണെങ്കിൽ അത് അരങ്ങ് കാണാതെ പോകും അല്ലേ. അരങ്ങ് കാണാതെ പോകും. അപ്പോൾ ഒടിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഒടിഞ്ഞ സിനിമ ആയിക്കോട്ടെ എന്താണെങ്കിലും അത് അരങ്ങ് കാണില്ല എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. ഒടിഞ്ഞിട്ടുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ അത് അരങ്ങ് കാണാതെ പോകുമെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന ആത്മകഥ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ ഇവിടെയുള്ള ഈ മുണ്ടശ്ശേരിയിലെ മുണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. മുണ്ട് എന്ന് പറയുന്നത് ഉടുക്കാൻ അറിയാത്ത ആൾക്കാർ ഉടുത്താലും ആരുടുത്താലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞു പോകും. പിന്നെ അതിങ്ങനെ കയറ്റി കുത്തും അല്ലെ, മടക്കി കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലകൾ കൊഴിയുന്നത് പോലെയാണ് ഇങ്ങനെ മുണ്ട് അഴിഞ്ഞിങ്ങനെ വീഴുക അല്ലേ. ഇങ്ങനെ മടക്കി കുത്തിയാലും പിന്നെയും താഴെ വീഴും, പിന്നെയും മടക്കി കുത്തും, അങ്ങനെയല്ലേ. അപ്പോൾ മുണ്ടും കൊഴിഞ്ഞ ഇലകളുമായിട്ട് കണക്ട് ചെയ്യാലോ. ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെയാണ് മുണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുക, പിന്നെയും അത് മടക്കി കുത്തും, പിന്നെയും കൊഴിഞ്ഞു വീഴും. ഓക്കെ. അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ കൊഴിയുന്നത് പോലെയാണ് നമ്മുടെ മുണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കിട്ടിയല്ലോ. അടുത്ത നോക്കാം. കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ നമ്മൾ തൂലികാനാമങ്ങൾ പഠിച്ച സമയത്ത് പ്രേംജി VT ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞു. പ്രേമം പൊട്ടിയാൽ പട്ടയടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭട്ടതിരിപ്പാടിനെ പട്ടയുമായിട്ട് കണക്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഒക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഡുകൾ പറയുന്നത്.
അതും നമ്മൾ പറയുന്ന ആ വ്യക്തികളുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് നമ്മൾ ഒരാളെ പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എക്സാം ടൈമിൽ കുറേ ആത്മകഥകളുണ്ട് അല്ലെങ്കിൽ കുറേ തൂലികാനാമങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും അല്ലേ ആരുടേതാണെന്നുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കോമഡി ആയിട്ടാണെങ്കിലും ചെറിയ ചെറിയ ലിങ്കൊക്കെ വെച്ച് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ അത് ഓർമ്മ വന്നോളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കോഡുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഓർമ്മ വരണം, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കോഡുകൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കുഞ്ഞു കുഞ്ഞു കണക്ഷൻ വെച്ച് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഭട്ട എന്ന് പറയുന്ന ആ വാക്ക് ഉപേക്ഷിച്ചു. ഇവിടെ നോക്കുക, പാടുണ്ടല്ലേ. അപ്പോൾ പാട് എന്ന് പറയുമ്പോൾ കഷ്ടപ്പാട് അല്ലേ. കഷ്ടപ്പാട് വരുമ്പോൾ എന്താണ്? നമുക്ക് എപ്പോഴും കണ്ണീരായിരിക്കും അല്ലേ. കഷ്ടപ്പാട് വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും? കണ്ണീരായിരിക്കും. അപ്പോൾ ആ പാടും ഈ കണ്ണീരും വെച്ചിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യുക. ഓക്കെ, കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാട്, പാട് കഷ്ടപ്പാടുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ണീര് കഷ്ടപ്പാട് വരുമ്പോഴാണ് നമുക്ക് കണ്ണീര് വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ജീവിതപാത. ജീവിതപാത എന്ന് പറയുന്നത് ചെറുകാടിൻ്റെ ആത്മകഥയാണ്. ഓക്കെ, ജീവിതപാത ചെറുകാടിൻ്റെ ആത്മകഥയാണ്. ഇതെങ്ങനെയാണ്? നമ്മുടെ ജീവിതപാതയിൽ അല്ലേ, നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതപാതയിലെ ഇടയിൽ കല്ലും മുള്ളും ഒക്കെ കാണുമെന്ന് പറയും. ഇടയിൽ ഒരു കാടും കാണുമെന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല ഇരുട്ട് പിടിച്ചൊരു കാട് അല്ലേ. നമ്മുടെ ലൈഫിൽ കുറേ അധികം പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനെ എന്താണ് പറയാറുണ്ട്? ജീവിതപാതയിൽ കല്ലുണ്ടാവും മുള്ളുണ്ടാവും എന്നൊക്കെ പറയും. അതുപോലെ ഒരു ചെറിയൊരു കാടും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ജീവിതപാതയിൽ ചെറിയൊരു കാടും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ജീവിതപാത ചെറുകാടിൻ്റെ ആത്മകഥയാണ് എന്നുള്ളത് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, തുടിക്കുന്ന താളുകൾ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ഓക്കെ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പുഴ പുഴ എന്ന് പറയുന്നതാണ് ഏതൊരു നാടിൻ്റെയും തുടിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ പുഴകളും കുളങ്ങളും കായലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പ്രകൃതിയാണ്, ജലമാണ് അല്ലെ അവിടുത്തെ തുടിപ്പ്, ഒരു നാടിൻ്റെ തുടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പുഴയാണ് നാടിൻ്റെ തുടിപ്പ്. അപ്പോൾ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കണക്ട് ചെയ്യാലോ, പുഴ തുടിപ്പുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഒരു നാടിൻ്റെ തുടിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ പുഴകളും കായലുകളും ഒക്കെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പുഴ തുടിപ്പുമായിട്ട് കണക്ട് ചെയ്യാം. കിട്ടിയല്ലോ. ഒന്നുകൂടെ പറയാം, എൻ്റെ കഥ മാധവിക്കുട്ടി. സ്വന്തം കഥയാണ് അവർ എഴുതുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുക. എൻ്റെ കഥ മാധവിക്കുട്ടി. അരങ്ങ് കാണാത്ത നടൻ തിക്കോടിയൻ. ഒടിഞ്ഞ പടങ്ങളൊക്കെ ഒടിഞ്ഞ നാടകങ്ങളൊക്കെ അരങ്ങ് കാണാതെ പോകും എന്നുള്ളത് ഓർക്കുക. തിക്കോടിയൻ അരങ്ങ് കാണാത്ത നടൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. മുണ്ട് അല്ലെ, മുണ്ട് കൊഴിഞ്ഞു പോകുന്നത് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാട്. പാട് കഷ്ടപ്പാട് വരുമ്പോൾ നമുക്ക് കണ്ണീര് വരും എന്നുള്ളത് ഓർത്തിരിക്കുക. ജീവിതപാത ചെറുകാട്. നമ്മുടെ ജീവിതപാതയിൽ എന്തുണ്ടാവും? കല്ലുണ്ടാവും, മുള്ളുണ്ടാവും, ഒരു ചെറിയ കാടും ഉണ്ടാവും. ദെൻ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പുഴ അല്ലെ, നാടിൻ്റെ തുടിപ്പാണ് പുഴ എന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കുക, അഭിനയം അനുഭവം എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? ഭരത് ഗോപിയുടേതാണ്. ഭരത് ഗോപി. അപ്പം ഇവിടെ നമുക്ക് അഭിനയം എന്ന് പറയുമ്പോൾ ഭരത് ഗോപി ആരാണ്? ഒരു അഭിനേതാവാണ് അല്ലെ. അപ്പം അത് വെച്ച് കണക്ട് ചെയ്യാം. അഭിനയം അനുഭവം. ഭരത് ഗോപി ഒരു അഭിനേതാവാണ്. അപ്പം അഭിനയവുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ സി അച്യുതമേനോൻ്റേതാണ്. സി അച്യുതമേനോൻ്റേതാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. അപ്പോൾ ബാല്യകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പം അല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്താണ്, ഒരു വീട്ടിൽ വിളിക്കാൻ ഒരു പേരിടും അല്ലെ, അച്ചു അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ അച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, അച്യുതമേനോൻ്റെ അച്ചു എടുക്കാം. അച്ചു എന്ന് പറയുന്നത് ബാല്യകാലത്ത് അല്ലേ, കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പേരുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബാല്യകാലത്ത് നമ്മുടെ പേരുകളൊക്കെ ഓർക്കുക. അച്ചു എന്ന് പറയുന്ന ഒരു പേര് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ബാല്യകാല സ്മരണകൾ. ബാല്യകാലത്തെ പേരെന്താണ്? അച്ചു. ഓക്കെ, സി അച്യുതമേനോനാണ്. കിട്ടിയല്ലോ. അടുത്തത് എൻ്റെ വഴിത്തിരിവ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു വർക്ക് അല്ലെ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പം നമുക്ക് ആ വർക്ക് അല്ലെങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പൊൻകുന്നം വർക്കി ആയിട്ട് കണക്ട് ചെയ്യുക. നമുക്കൊരു വർക്ക് കിട്ടുക, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. അപ്പോൾ വഴിത്തിരിവ് വർക്കുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം വർക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ആത്മകഥ തോപ്പിൽ ഭാസിയുടേതാണ്. തോപ്പിൽ ഭാസി. അപ്പോൾ ഇവിടെ ഒളിവ് അല്ലെ, ഒളിവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒളിഞ്ഞു കളിക്കുന്നില്ലേ, നമ്മൾ കുഞ്ഞുനാളിലൊക്കെ എന്ത് ചെയ്യും, ഒളിഞ്ഞു കളിക്കും അല്ലെ. അപ്പോൾ ഒളിഞ്ഞു കളിക്കുമ്പോൾ നമ്മൾ ഒളിയാനായിട്ടൊക്കെ പോകുന്നത് എവിടെയാണ്, തോപ്പിൽ. അതായത് മാവിൻ തോപ്പ് അല്ലെ, മാവിൻ തോപ്പ്, തെങ്ങിൻ തോപ്പ്, അങ്ങനെ തോപ്പുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒളിഞ്ഞു കളിക്കും, കുഞ്ഞുനാളിലൊക്കെ ഒളിച്ച് കളിക്കാനായിട്ട് പോകും. അപ്പോൾ ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ് തോപ്പ് അല്ലെ, മാവിൻ തോപ്പൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ആ കളികളൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. നമ്മൾ ഒളിഞ്ഞിരിക്കാൻ പോകുന്നത് എവിടെയാണ്, മാവിൻ തോപ്പിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി കിട്ടിയല്ലോ. അടുത്തത് ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസിന്റെ ആത്മകഥയാണ്. അപ്പം അത് ഓർക്കാനായിട്ട് ഇവിടെ സരോ ഉണ്ടല്ലേ, സരോ, ഇവിടെയും ഒരു സരോ ഉണ്ട്. അപ്പം സരോവര തീരങ്ങളിൽ സരോജ വർഗീസ്, ആ പേരിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കിട്ടിയല്ലോ. അപ്പം നോക്കാം. അഭിനയം ഭരത് ഗോപിയുമായിട്ട് കണക്ട് ചെയ്യാം, കിട്ടും. എൻ്റെ ബാല്യകാല സ്മരണകൾ, ബാല്യകാല പേരെന്താണ്, അച്ചു അല്ലെ. അപ്പം സി അച്യുതമേനോൻ. എൻ്റെ വഴിത്തിരിവ്, നമുക്ക് വഴിത്തിരിവ് ആവുന്നത് എപ്പോഴാണ്, ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആവുന്നത് നമുക്ക് ജോലി വർക്ക് കിട്ടുമ്പോഴാണ്. പൊൻകുന്നം വർക്കി. ഒളിവിലെ ഓർമ്മകൾ, നമുക്ക് ഒളിവ് അല്ലെ, ഒളിയാനായിട്ട് പറ്റിയ സ്ഥലം ഏതാണ്, തോപ്പാണ്, മാവിൻ തോപ്പ്. അപ്പം തോപ്പിൽ ഭാസി കിട്ടിയല്ലോ. ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസ് കിട്ടിയോ. അടുത്തത് നോക്കാം. എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ SK പൊറ്റക്കാടിൻ്റെതാണ്. ഓക്കെ, SK പൊറ്റക്കാട്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് എൻ്റെ വഴിയമ്പലങ്ങൾ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്തായാലും ഓരോ കുഞ്ഞി അമ്പലങ്ങൾ ഉണ്ടാവും അല്ലേ, നമുക്ക് പോയി തൊഴാൻ പാകത്തിനുള്ള കുഞ്ഞു അമ്പലങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള വഴി അമ്പലങ്ങളിൻ്റെ ചുറ്റും എന്തായിരിക്കും, കാടൊക്കെ ആയിരിക്കും അല്ലേ, നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് കാടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വഴി അമ്പലങ്ങളിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും, കാടും പൊറ്റയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. വഴിയമ്പലങ്ങളുടെ അടുത്ത് എന്തുണ്ടാവും, കാടും പൊറ്റയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട് കിട്ടിയല്ലോ. അടുത്തത് എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ്റെതാണ്. ഫാദർ വടക്കൻ്റെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഫാദർ ഉണ്ട് അല്ലേ, നമ്മുടെ എല്ലാം ഫാദർ, അച്ഛൻ അല്ലേ, നമ്മുടെ അച്ഛന്മാരാണ് നമ്മുടെ ജീവൻ്റെ കുതിപ്പും കിതപ്പും എല്ലാം അല്ലെ. നമ്മുടെ വീട് നന്നായി കൊണ്ടുപോകാനായിട്ട് അവരാണ് ഓടുന്നത് അല്ലെ, വീടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഓടുന്നത് അവരാണ്, കിതയ്ക്കുന്നത് അവരാണ്, കുതിക്കുന്നത് നമ്മുടെ ജീവന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും അമ്മമാരാണ് അല്ലെ. അപ്പോൾ അതിൽ അച്ഛനെ ഓർക്കുക. അപ്പോൾ ഫാദർ, നമ്മുടെ അച്ഛൻ ആരാണ്, നമ്മുടെ ജീവൻ്റെ കുതിപ്പും കിതപ്പുമെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കുതിപ്പും കിതപ്പുമെല്ലാം ആരാണ്, നമ്മുടെ അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ അത് അങ്ങനെ ഓർക്കുക കേട്ടോ. അച്ഛനെ കണക്ട് ചെയ്യാം, നമ്മുടെ അച്ഛനെ കണക്ട് ചെയ്യാം, ഫാദർ വടക്കൻ കിട്ടിയല്ലോ. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. ചിദംബര സ്മരണ. അടുത്തത് ചിദംബര സ്മരണ എന്ന് പറയുന്ന ആത്മകഥ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ്. ഇത് ഓർക്കാനായിട്ട് ചിദംബരം, അമ്പരം എന്താണ്, ആകാശമാണ്. അമ്പരം ആകാശമാണ്. ആകാശത്തിൽ കാണുന്ന ആളാരാണ്, ചന്ദ്രൻ അല്ലെ. അമ്പരം ആകാശം, ആകാശത്തിൽ ആരാണുള്ളത്, ചന്ദ്രൻ. അപ്പൊ ചിദംബര സ്മരണകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അമ്പരം, ആകാശം, ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്യാം. കിട്ടിയോ. അടുത്തത് നോക്കാം. ആത്മരേഖ എന്ന് പറയുന്നത് വെണ്ണിക്കുളത്തിൻ്റെ ആത്മകഥയാണ്. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, വെണ്ണിക്കുളത്തിൻ്റെ ആത്മകഥയാണ് ആത്മരേഖ. അപ്പം ഇത് ഓർക്കാനായിട്ട് രേഖയുണ്ട് അല്ലേ, രേഖ വര അല്ലെ, വര എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ രേഖ നമ്മൾ സാധാരണ പറയും വെള്ളത്തിൽ വരച്ച വര പോലെ അല്ലെ, വെള്ളത്തിൽ വരച്ച വര പോലെ. അപ്പം നമ്മളിവിടെ തൽക്കാലം വര വരയ്ക്കുന്നത് കുളത്തിലാണ്. ഓക്കെ, അപ്പോൾ കുളത്തിൽ വരച്ച രേഖ പോലെ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെള്ളത്തിൽ വരച്ച വര പോലെ എന്നുള്ളതിനെ നമ്മൾ മാറ്റി കുളത്തിൽ വരച്ച രേഖയാക്കി. ആത്മരേഖ വെണ്ണിക്കുളം, കുളത്തിൽ വരച്ച രേഖ. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ. അപ്പം അടുത്തത് നോക്കാം, ഒന്നുകൂടെ നോക്കാം. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. വീടുകളുടെ അടുത്തുള്ള വഴിയമ്പലങ്ങളിൽ എന്തുണ്ടാവും, പൊറ്റയും കാടും എല്ലാം ഉണ്ടാവും. എൻ്റെ കുതിപ്പും കിതപ്പും
കുതിപ്പും കിതപ്പും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ അച്ഛനാണ്. അച്ഛനാണ് നമ്മുടെ വീടിൻ്റെ കുതിപ്പും കിതപ്പുമെല്ലാം അല്ലേ. അപ്പോൾ ഫാദർ വടക്കൻ. ചിദംബര സ്മരണ, അമ്പരം ആകാശം. ആകാശത്തിലുള്ളത് ആരാണ്? ചന്ദ്രൻ. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആത്മരേഖ വെണ്ണിക്കുളം. രേഖ കുളത്തിൽ വരച്ച രേഖ. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ നമ്മൾ ഏകദേശം ഒരു 10-18ഓളം ആത്മകഥകൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും ആത്മകഥകളുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആത്മകഥകൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാം ടൈമിൽ എന്തെങ്കിലുമൊക്കെ ക്ലൂ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടാനായിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്